സഫു, നീ ദിവസവും പറയുന്ന ദുആകളുടെയും ഓതുന്ന ഖുർആനിന്റെയും അർത്ഥവും ആശയവും നിനക്ക് മനസ്സിലാകാറുണ്ടോ? ഇല്ല, എനിക്ക് മനസ്സിലാവാറില്ല. അതെന്താ നിനക്ക് മനസ്സിലാകാത്തത്? കാരണം എനിക്ക് അറബി ഭാഷ അറിയില്ല. അറബി ഭാഷ അറിഞ്ഞെങ്കിലല്ലേ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ദുആകൾ ചൊല്ലുമ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാകുള്ളൂ. അതെ, സഫു പറഞ്ഞത് വളരെ ശരിയാണ്. ഇങ്ങനെ ചോദ്യം മാതാപിതാക്കളോടാണ്. നമ്മുടെ മക്കളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച് പോലുള്ള വ്യത്യസ്തമായ ഭാഷകൾ പഠിപ്പിക്കുവാൻ നാം മത്സരിക്കുമ്പോൾ അറബി ഭാഷ പഠിപ്പിക്കുവാൻ നാം എത്രത്തോളം പ്രാധാന്യം നൽകാറുണ്ട്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ അവൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർത്ത് വെക്കേണ്ട ഭാഷയാണ്. അവൻ്റെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ സഹായിക്കുന്ന ഈ ഭാഷ വളരെ ചെറിയ പ്രായത്തിൽ പഠിച്ചാൽ അത് എത്ര ഉപകാരപ്രദമാണ്. വെറുതെ എഴുതാനും വായിക്കാനും പഠിക്കുന്ന കാര്യമല്ല, പകരം ആ ഭാഷ അവൻ്റെ ഹൃദയത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്ന തരത്തിൽ അവൻ പഠിക്കണം. അതിൻ്റെ വൊക്കാബുലറി, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയല്ല. അത്തരത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ അറബി ഭാഷ പഠിച്ചൊരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഖുർആനിൻ്റെ പ്രകാശം പരക്കുകയും അവൻ്റെ ദുആകൾ ജീവസുറ്റതാവുകയും ചെയ്യുന്നു. ഒരിക്കലും നിലയ്ക്കാത്ത ഫായിദകളാണ് അവന് ലഭിക്കുന്നത്, മറ്റൊരു ഭാഷയ്ക്കും നൽകാനാവാത്ത ഹൈറായ ഫായിദകൾ. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നൂറുൽ ഖുർആൻ അക്കാദമി കുട്ടികൾക്കായുള്ള മദ്രസ സിലബസ് രൂപീകരിച്ചിട്ടുള്ളത്. മദീന ഇസ്ലാമിക് ബുക്ക് അൽ അറബിയത്തു ബൈന യദൈക് പോലുള്ള സൗദി അറേബ്യൻ സിലബസ് മുന്നോട്ട് വെച്ചുകൊണ്ട് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ അറബി ഭാഷയും അഖീദയും മറ്റു വിഷയങ്ങളും വിശാലമായി പഠിക്കാൻ സഹായിക്കുന്ന വ്യവസ്ഥാപിതമായ മദ്രസ കോഴ്സാണ് അക്കാദമി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ മക്കൾ ഇരുലോകത്തും വിജയിച്ച് കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദുനിയാവിൻ്റെ ഭാഷകൾ മാത്രമല്ല, ആഖിറത്തിലേക്കും അവർക്ക് ഉപകാരപ്പെടുന്ന അറബി ഭാഷയും അവരെ പഠിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ എങ്ങനെയാ സഫു, ഇനി അറബി ഭാഷ പഠിക്കാൻ നീ തയ്യാറല്ലേ? തീർച്ചയായും ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഉമ്മമാരിപ്പമാരെ, ഞങ്ങൾക്ക് അറബി ഭാഷ പഠിപ്പിച്ചു തരാൻ നിങ്ങൾ റെഡിയല്ലേ?